ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ സോയ കൊണ്ടൊരു മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവേ. അതിന് വേണ്ടിയിട്ട് ഇതൊരു 100 ഗ്രാം സോയയുണ്ട്. സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കട്ടെ. നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് കണ്ട വെള്ളം തിള വന്നുകൊണ്ടിരിക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് 1 ടീസ്പൂണോളം ഇതിനകത്ത് 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയൻ മുളക് പൊടിയാണേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല മിക്സ് ചെയ്യേ. നല്ല മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സോയയില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാര്യം ഇതിനകത്ത് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് 3 മിനിറ്റ് തിളയ്ക്കട്ടെ. കാര്യം ഇത് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെ ഇട്ട് കൊടുത്തല്ലോ, അതും ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയുടെയൊക്കെ ഒരു മണം ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുക്കും. നമ്മുടെ സോയ 3 മിനിറ്റ് ഞാൻ വെള്ളത്തിയിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടേ. നമുക്കിത് കോരിയെടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിന് മണവും നല്ല മണം, കുരുമുളകിൻ്റെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് ഇതിനകത്ത് നിന്ന് വെള്ളം നമുക്ക് എടുത്ത് പിഴിഞ്ഞെടുക്കണം. ഒന്ന് തണുക്കട്ടെ. നമ്മുടെ സോയയൊക്കെ തണുത്തേ. ഞാൻ ഒന്നത് പിഴിഞ്ഞെടുക്കേ. കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കാം. നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കേ. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്ന് മസാല ചേർക്കാം. ഇതാണ്ടേ, ഇതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തേ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ സോയ എല്ലാം നല്ല മിക്സ് ചെയ്തേ. ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേ, അല്ലെങ്കിൽ എണ്ണ പൊട്ടി പിടിക്കും.
രണ്ടായിട്ട് വറുത്തെടുക്കേ. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. റെഡി ആകട്ടെ. ആദ്യമിട്ട് സോയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് വെളിച്ചെണ്ണയല്ലേ, റിഫൈൻഡ് ഓയിലാണ്. ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കേ. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് നോക്കട്ടെ. നമുക്ക് രണ്ടാമത്തെ സെറ്റും നല്ല കിലുക്കിലുക്കിലാ കേൾക്കുന്നതേ. ഇത് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അന്നേരം എല്ലാം ഇതിനകത്ത് ഒഴിച്ചു സോയാ സോസൊക്കെ ഇതിനകത്ത് ഒഴിക്കണം. നമ്മൾ മാവൊക്കെ ചേർക്കത്തില്ലേ, മസാല ചേർക്കത്തില്ലേ ഇതിനകത്ത് പുഴുങ്ങിയതിന് ശേഷം. അപ്പോഴും എല്ലാം ചേർത്ത് കൊടുത്ത് ഇതുപോലെ വറുത്തെടുക്കാം നമുക്ക്. പിന്നെ വേറൊരു പണിയില്ല. ഞാൻ ഗ്യാസ് ഓഫാക്കുന്നു. ഇനി അടുത്ത മസാലയ്ക്ക് നോക്കേ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ ഇങ്ങോട്ട് കോരി ഒഴിക്കാം. ഇതിന് എണ്ണ കുറച്ച് മതിയേ. ഇത് മതി. ഈ ചൂടായ എണ്ണയിലോട്ട് വലിയ 2 പൂണ്ട് വെളുത്തുള്ളിയില്ലേ കൊത്തി അരിഞ്ഞത്, ഇതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതേ, ഇതിനകത്തൊരു 3 പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. ഇതിനകത്ത് രണ്ട് ഇടത്തരം സവാള ഇതുപോലെ ഇതളാക്കി വെച്ചതേ, അതിനകത്തിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കേ. ഇനി ഇതൊന്നും മൂത്തൊന്നും പോണ്ട, വറുത്തൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊരു വാട്ടിൽ വന്നാൽ ഇത് തീ ഒന്ന് കുറയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയെ, ഇതിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇതിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്,
ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഇത് ഇരുന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സോസിലൊക്കെ ഉപ്പുണ്ടേ, ഇതിനകത്ത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് കുറച്ച് വെള്ളം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി വെക്കാം. ഈ കോൺഫ്ലോർ കലക്കിയ വെള്ളമില്ലേ, ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് ഇങ്ങനെ അടന്നൊന്ന് വേവട്ടെ. ഇതൊക്കെ എന്ത് പോകരുതേ, ചെറിയൊരു വാട്ടം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇതില്ലേ സോയ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പേപ്പർ വീഴല്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഓക്കെ, നല്ല കിടിലൻ സോയ മഞ്ചൂരിയൻ. ഇനി ഇത് നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി. ഇതിനകത്ത് കുറച്ച് മല്ലിയില, ഇതിനകത്ത് സ്പ്രിംഗ് അണിയൻ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഓക്കെ, അടിപൊളി ടേസ്റ്റായിരുന്നു. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ, ഞാൻ നോക്കി. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈസി പണിയല്ലേ.